എൽഗ എന്ന് പറയുന്ന കൊച്ചു കലാകാരിയെ കാണാൻ വേണ്ടി വന്നത്. എൽഗ ശരിക്കും മുറിച്ചുണ്ട് കാരണം കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. വോയിസ് ഒക്കെ ശരിക്കും വരുന്നുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കലാകാരിയെ മാറി. മയക്കം വരാതെ മാനത്തോ കിടക്കുന്നു മധുമാസ. എൽഗയെ കാണാൻ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ കുടുംബത്തിലെ എല്ലാവരും അത്യാവശ്യം കലാകാരന്മാരാണ്. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള കലകൾ കയ്യിലുണ്ട്, ഒപ്പം പാട്ടുമുണ്ട്. എൽഗയുടെ പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. അപ്പൊ എൽഗയെ കൊണ്ട് ആദ്യം നമുക്ക് പാട്ട് പാടിച്ചു തുടങ്ങാം. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കൊയിലേ കൊയിലേ കുഞ്ഞിക്കൊയിലേ, കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കൊയിലേ കൊയിലേ കുഞ്ഞിക്കൊയിലേ, മഞ്ഞു പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താൻ ഞാൻ ഉണർത്താം. കണി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കൊയിലേ. അടിപൊളി. ഇത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എൽഗ? എങ്ങനെയായിരുന്നു? അത്യാവശ്യം ബുദ്ധിമുട്ടേ. എന്തായിരുന്നു ബുദ്ധിമുട്ട് പറയും? സൗണ്ട് ഇങ്ങനെ ഒരുമാതിരി കീയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അത് ഇച്ചിരി ബാസായി. എത്ര ഓപ്പറേഷൻ നടത്തി ഇപ്പോ? 6. അപ്പൊ ഇപ്പൊ എത്ര വയസ്സാണ് എൽഗ? ഇപ്പൊ കുറച്ചു മുമ്പ് 11ആയി. അപ്പൊ ഏത് വയസ്സ് മുതലാണ് ശരിക്കും ഇത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പറേഷൻ തുടങ്ങിയത്? എനിക്കറിയില്ല. എത്ര വയസ്സ് മുതലാ ഓപ്പറേഷൻ തുടങ്ങി? അതൊരു 3-ാമത്തെ മാസം മുതൽ. ഓരോ ഏജിനനുസരിച്ചാ ഓരോ ഓപ്പറേഷൻ. അപ്പൊ ഇനി അടുത്ത ഓപ്പറേഷൻ ഇനി 13-ാമത്തെ വയസ്സില. 13-ാമത്തെ വയസ്സിലാണ് ചെയ്യേണ്ടത്. 11 വയസ്സ്. ആദ്യം എന്തായിരുന്നു ശബ്ദത്തിൽ ഇവളുടെ ഒരു പ്രശ്നം? അവൾക്ക് മുറിച്ചുണ്ട് മാത്രല്ല, അവള് കുറുനാവും കൂടെ ഇല്ലാത്ത കുട്ടിയാ. എന്ന് വെച്ചാൽ കുറുനാവ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു വാ തുറക്കുമ്പോ ഒരു നാവ് ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ, അപ്പൊ അതില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞ അതിൽ തട്ടിയാണ് നമ്മുടെ ശബ്ദങ്ങള് ക്ലാരിറ്റിയോടുകൂടി പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവൾക്ക് അതില്ല. അത് ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിൽ അവര് ചെയ്തേനെ. അപ്പൊ അതും കൂടെ ഇല്ലാത്തത് കാരണമാണ് ഇത്രയും നന്നായിട്ട് പാടുന്നത്. ഇത്ര എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെ. നമുക്ക് സംസാരത്തിനെ ക്രമപ്പെടുത്തുന്ന ഒരു സംഭവമാണല്ലേ അത്? അതെ അതെ. അത് ഇല്ല, എന്നിട്ടും